ഹലോ, എല്ലാവർക്കും ക്രഞ്ചി വേർഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സ് ആയിട്ട് തന്നെയാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ്. ചിലർക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ എന്നാലും നമ്മളത് വല്ലാതെ ശ്രദ്ധിക്കാതെ പോണ കുറച്ച് കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല യൂസ്ഫുള്ളും ആണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ ഇതുപോലത്തെ കപ്പ് സിറപ്പ്, അതുപോലെ നാസൽ സ്പ്രേ, ഇങ്ങനെ ഉള്ളതിനൊക്കെ ഇവിടെ ഇതുപോലെ ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. നമുക്ക് എന്തെങ്കിലും അസുഖവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമായിരിക്കും ഇതൊക്കെ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ചുമയ്ക്കാണെങ്കിൽ നമ്മൾ ഈ കപ്പ് സിറപ്പ് കുടിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ചുമ മാറിക്കഴിഞ്ഞാൽ നമ്മളത് അവിടെ എടുത്ത് വെക്കും. പിന്നെ നമുക്ക് വീണ്ടും എപ്പോഴെങ്കിലും ചുമക്ക് വരുമ്പോഴായിരിക്കും ഇത് എടുത്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് എഴുതിയ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ചിലപ്പോൾ ഒന്ന് മാഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെ ആ ഒരു എക്സ്പയറി ഡേറ്റിൻ്റെ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ മരുന്നുകൾക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്തത്, നമ്മൾ ഈ മസാല പൗഡർ ഉണ്ടല്ലോ, അതായത് നമ്മളെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ ചില സമയത്ത് നമുക്ക് കറക്റ്റ് മെഷർമെന്റ് കിട്ടേണ്ടി വരും. അപ്പോൾ നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെന്റ് കിട്ടണമെന്നില്ല. ഇങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ കൂടിപ്പോവും, ചിലപ്പോൾ കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ സ്പൂണിൽ നമുക്ക് ഈ മെഷർമെന്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു മസാല പൗഡറിൻ്റെ ആ ഒരു ടിൻ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് എടുത്താൽ നമുക്ക് കറക്റ്റ് മെഷർമെന്റ് കിട്ടും. ചില റെസിപ്പീസിലൊക്കെ നമുക്ക് എക്സാക്ട് മെഷർമെന്റ് വേണ്ടി വരും. അങ്ങനെയുള്ള ടൈമിൽ ഇങ്ങനെ ചെയ്താൽ മതി. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം. അടുത്തത് നമ്മൾ മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ ഈ മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ മസാലാസൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. അപ്പം അടുത്തത് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് വണ്ണ്, നമ്മൾ ഈ ഒരു സെല്ലോ ടാപ്പ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ചില അത്യാവശ്യ സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സമയത്ത് എത്ര നോക്കിയാലും ഇതിൻ്റെ ആ ഒരു ടിപ്പ് ഭാഗം നമുക്ക് കിട്ടൂല. ടിപ്പ് ഭാഗം നമുക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സെല്ലോ ടാപ്പ് ഇതുപോലെ കുറച്ചൊന്ന് ഓപ്പൺ ആക്കിയിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. ഇതുപോലെ ചെയ്താൽ നമുക്ക് ഏതൊരു അർജന്റുള്ള ടൈമിലാണെന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു സെല്ലോ ടാപ്പ് നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഈ ടിപ്പ് ഒരുവിധം എല്ലാവർക്കും അറിയണാവും. അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ചെയ്ത് നോക്കാം. ഇതിപ്പോ ചെറിയൊരു സെല്ലോ ടാപ്പാണ്. ഇതേപോലെ തന്നെ നമ്മളൊരു വലിയ സെല്ലോ ടാപ്പ് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ ചെറുതിനേക്കാളും വളരെ യൂസ്ഫുൾ ആണ് നമുക്കത്. ഇപ്പൊ ഈ ഒരു വലിയ സെല്ലോ ടേപ്പ് നമ്മൾ ഇങ്ങനെ നോക്കി നോക്കി കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇതുപോലെ അതിന്റെ ടിപ്പ് ഒന്ന് ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് ഭാഗമായിട്ട് ഇതൊന്ന് വേറെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് ഇങ്ങനെ പൊട്ടിപ്പോവും. ഇങ്ങനെയൊക്കെയുള്ള ടൈമിൽ നമ്മളിപ്പോൾ നേരത്തെ ചെറിയൊരു സെല്ലോ ടേപ്പ് ചെയ്ത പോലെ തന്നെ ഈ വലുത് ചെയ്താൽ വളരെ യൂസ്ഫുൾ ആണ്. ഈ ഒരു സെല്ലോ ടേപ്പ് ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് നേരത്തെ പോലെ തന്നെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇനി പൊട്ടിപ്പോവെന്നുള്ള ഒരു പേടിയും വേണ്ട. ഇത് നമ്മളിങ്ങനെ ഇനി ആവശ്യമുള്ള സമയത്ത് എടുക്കുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഒന്നായിട്ട് തന്നെ കിട്ടും. അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ഞാൻ ഷാർജയിലാണ്. അപ്പം ഞാനൊക്കെ ഈ ഒരു കറി ലീവ്സ്, നമ്മൾ കറിവേപ്പിൻ്റെലൊക്കെ ഇങ്ങനെ പാക്കറ്റായിട്ടാണ് വാങ്ങാറ്. അതുകൊണ്ട് തന്നെ ഇത് അത്രത്തോളം വലിയ ഫ്രഷ് ഒന്നും ആവൂല. അപ്പം ഈ ഒരു കറിവേപ്പിൻ്റെല നമുക്ക് എങ്ങനെ ഫ്രഷ് ആയിട്ടൊന്ന് സൂക്ഷിച്ച് വെക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടി ആദ്യം തന്നെ ഇതുപോലത്തെ ടിന്നെടുക്കുക, ഒരു അടപ്പില്ല ടിന്നെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ടിഷ്യൂ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ആ ടിന്നിലേക്ക് വെച്ചു കൊടുക്കുക. ടിഷ്യൂവിന്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ കറിവേപ്പിൻ്റെ ഇല ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഇല ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക.
വീണ്ടും അടുത്ത ലെയർ എന്ന പോലെ നമ്മൾ ആ ടിഷ്യൂ മടക്കിയിട്ട് ആ ഇലന്റെ മുകളിൽ വെച്ചുകൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ആ ഇലകൾ അതിന്റെ മുകളിലേക്ക് വീണ്ടും വിതറി കൊടുക്കുക. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് ഇതാക്കിയിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി വീണ്ടും ടിഷ്യൂ വെച്ചിട്ട് അടുത്ത ലെയർ ആക്കിയിട്ടും ചെയ്യാം. ഇനി നമുക്കിത് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് കുറേ കാലം ഫ്രഷ് ആയിട്ട് തന്നെ കേടൊന്നും വരാതെ കറിവേപ്പിൻ്റെ ഇല യൂസ് ചെയ്യാൻ പറ്റും. അടുത്തായി ഇഞ്ചി നമുക്ക് എങ്ങനെ ഫ്രഷ് ആയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ കറി ലീവ്സ് വെച്ച പോലെ തന്നെ ഒരു ടിൻ എടുത്തിട്ട് ഇതാ ഇതുപോലെ ടിഷ്യൂ വെച്ചു കൊടുക്കാം. എന്നിട്ട് കറി ലീവ്സിന്റെ പോലെ തന്നെ നമുക്കിവിടെ ഇഞ്ചി ഓരോ പീസസ് ആയിട്ട് ഇതാ ഇതുപോലെ ആ ഒരു ടിഷ്യൂവിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് അങ്ങനെ വെച്ചതിന് ശേഷം അതൊന്ന് ഇതാക്കിയിട്ട് നമുക്ക് അടുത്ത ടിഷ്യൂ അതുപോലെ തന്നെ ഒന്ന് അതിന്റെ മുകളിൽ ഒന്ന് വെച്ചുകൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഇഞ്ചി പീസസ് ഇങ്ങനെ ഓരോന്നും വെച്ചുകൊടുക്കാം. നമ്മൾ നേരത്തെ കറി ലീവ്സ് ചെയ്ത അതുപോലെ തന്നെ. ഇവിടെ ഞങ്ങൾക്ക് ഈ രണ്ടിനാണെങ്കിലും ഇപ്പൊ കറി ലീവ്സിനാണെങ്കിലും അതുപോലെ തന്നെ ഇഞ്ചിക്കാണെങ്കിലും ഒക്കെ ടിഷ്യൂവിന് പകരം നമ്മൾ സാധാരണ ന്യൂസ് പേപ്പർ ഒക്കെ യൂസ് ചെയ്യാം. നമുക്കിത് അടച്ചതാ ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാവും ഇതുപോലെ ബിസ്ക്കറ്റ് ബാക്കിയായത് ഇതുപോലെ ഇങ്ങനെ കവർ കൊടുക്കേ. ഈ ബിസ്ക്കറ്റ് പാക്കറ്റ് ഇങ്ങനെ പൊട്ടിച്ച് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ടിന്നിൽ വെച്ചാലും അത് പെട്ടെന്ന് തണുത്തു പോവും. അതല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഒക്കെ മാറിപ്പോവും. ഇങ്ങനെ പാക്കറ്റ് പൊട്ടിച്ച ബിസ്ക്കറ്റ് തണുക്കാതിരിക്കാനും അതേപോലെ അതിന്റെ അതേ ടേസ്റ്റ് ഉണ്ടാവാനും നമ്മൾ ഏത് ടിന്നിലാണ് ബിസ്ക്കറ്റ് ഇട്ട് വെക്കണേ ആ ടിന്നിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ടിന്നിക്ക് നമ്മൾ പൊട്ടിച്ച് നമ്മൾ ഈ ബിസ്ക്കറ്റ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കാം. ബിസ്ക്കറ്റ് പൊട്ടിപ്പോവാത്ത ലെവലിൽ ചെറിയൊരു കുലുക്കൊന്ന് കുലുക്കിയാൽ മതി. ഇനി നമുക്കിത് ധൈര്യമായിട്ട് കബോർഡിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അടുത്ത ടിപ്പ് നമ്മൾ ഈ ഹാൻഡ് വാഷ് ഉണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്. ഹാൻഡ് വാഷ് കണ്ടാല് വെറുതെ കുറേ അങ്ങോട്ട് അമർത്തിയിട്ട് കുറേ അങ്ങോട്ട് എടുക്കുക. ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളിതാ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മൾ ഹാൻഡ് വാഷിന്റെ ഈ ഒരു ഭാഗമല്ലേ ഇവിടെ ഈ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഹാൻഡ് വാഷ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ സാധാരണ ഹാൻഡ് വാഷ് പ്രസ് ചെയ്യുമ്പോൾ ഒന്നായിട്ട് വരുന്ന പോലെ ലിക്വിഡ് വരൂല. എന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഹാൻഡ് വാഷ് കിട്ടുകയും ചെയ്യും. അപ്പൊ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇങ്ങനെ ചെയ്യണതാവും നല്ലത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണിത്. ഇന്നത്തെ ലാസ്റ്റ് ടിപ്പിലേക്ക് കിടക്കാം. ഈ കത്രികൊക്കെ നമ്മൾ കുറെ പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മൂർച്ച പോവും. അതെങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഷാർപ്പ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഇതാ ഒരു ബൗള് നിറയെ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഉപ്പിലേക്ക് നമ്മൾ കത്രിക വെച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കത്രിക മൂർച്ച കൂടും. ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് ഒരു 3 മിനിറ്റോളം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കത്രിക നല്ല മൂർച്ച കൂടും. അപ്പൊ ഈ ടെക്നിക്ക് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടിപ്സ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അപ്പൊ ഇന്നത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.